കാരണവർ പറയുന്നുണ്ടല്ലോ ഇവിടെ ആത്മഹത്യ ചെയ്യുമെന്ന് ആരാണ്ട് വിളിച്ച് പറഞ്ഞെന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ ആത്മഹത്യ ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇവരെന്നെ അതിനെ പിന്നെ മാറിക്കൊടുത്തു. അപ്പൊ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് മാറിയത്. ഞങ്ങളോട് അന്ന് തന്നെ പറഞ്ഞതാണ് അവളുടെ കഴുത്തിൽ സൂചി കിട്ടിയ പാടുണ്ട്, ദേഹത്തെല്ലാം പൊള്ളിയ പാടുണ്ട് എന്നെല്ലാം പറഞ്ഞതാണ്. അപ്പൊ അതൊക്കെ ചുമ്മാ ഒരാൾ തന്നെ ശരീരത്തിൽ ചെയ്യുമോ? കൊലപാതകം ഉറപ്പാ. തെളിവെവിടെ? അവളെ വെച്ച കണ്ണിയിൽ പിള്ളേര് പെട്ടുപോകാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കൂടുതൽ അവളാ എല്ലാം ചെയ്യേണ്ടത്. ബോധമുള്ളവർക്കറിയാം വെട്ടി വരുന്ന പെണ്ണുങ്ങളാണ് അമ്മേനെ നോക്കേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ സാധാരണ കുടുംബ പ്രശ്നമായിട്ട് ഞങ്ങൾ അതിനെ കണ്ടു. എന്താ അങ്ങനെ ദുരൂഹത തോന്നാനുള്ള കാരണം? ദുരൂഹത തോന്നാൻ കാരണം ജിസ്മോടെ മരണ കാരണം ഇതുവരെ കണ്ടെത്തിയില്ല. എന്താ മരിച്ചെന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾക്ക് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ. അത് അറസ്റ്റ് ചെയ്തത് അതൊരു പ്രഹസനം മാത്രമാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. കാരണം ഇതൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർക്ക് കൊലപാതകമാണെന്നല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൽ കൂടുതൽ തന്നെ തെളിയിക്കുന്നത്. പിന്നെ അവളുടെ ശരീരത്തിൽ ആ പാടുണ്ടായിരുന്നതൊക്കെ ഞങ്ങൾ അന്ന് അവിടെ പോയതാണ്. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഞങ്ങൾ അന്ന് ആ പഞ്ചായത്ത് മെമ്പർ കണ്ടതാണ്. പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് ചെക്കിങ്ങിന് അപ്പം ഞങ്ങളോട് അന്ന് തന്നെ പറഞ്ഞതാണ് അവളുടെ കഴുത്തിൽ സൂചി കിട്ടിയ പാടുണ്ട്, ദേഹത്തെല്ലാം പൊള്ളിയ പാടുണ്ട് എന്നെല്ലാം പറഞ്ഞതാണ്. അപ്പൊ അതൊക്കെ ചുമ്മാ ഒരാൾ തന്നെ ശരീരത്തിൽ ചെയ്യുമോ? അപ്പൊ അതൊക്കെ എന്ത് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അതൊക്കെ തന്നെ തെളിയിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ. പക്ഷേ അതിന്റെ കാരണം പറയുന്നില്ല, വെറുതെ ഒരു ആത്മഹത്യയാണെന്നും പറഞ്ഞ് അപ്പം വിളിച്ച് പറഞ്ഞ് അമ്മായിപ്പൻ എന്നോട് പറഞ്ഞ് അമ്മായിപ്പ വഴക്ക് പറഞ്ഞതും പറഞ്ഞ് പോകുമെന്ന് പറയാൻ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം മോളെ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ സഹോദരിയാണ്, ഞങ്ങളുടെ കുടുംബം. അവളെ വെച്ച കണ്ണിയിൽ പിള്ളേര് പെട്ടുപോകാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കൊലപാതകം ഉറപ്പാ. തെളിവെവിടെ? അവളുടെ വീട്ടിൽ CCTV ഉണ്ട്. അവനത് എടുത്ത് കാണിച്ചതാണ്. ജിസ്മോൾ പോകുന്നത് അവിടെ CCTV, ഒത്തിരി CCTVകളുണ്ട്. അതെടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യയാണെങ്കിൽ എന്തുകൊണ്ട് ജിമ്മിയുടെ കുടുംബം ഇത് തെളിയിക്കുന്നില്ല? അവർ ഇത്രയും നാളായിട്ടല്ലേ കെട്ടിച്ചു വിട്ടതല്ലേ? ജിസ്മോളെ ഇറങ്ങിപ്പോയതൊന്നുമല്ല, കെട്ടിച്ചു വിട്ടതാണ്. അവനതിന് ഉത്തരം പറയണ്ടേ? എന്തിനാ അവൻ ജിസ്മോയുടെ ഫാദറിനെ വിളിച്ച് അല്ലെങ്കിൽ അവന് പറയായിരുന്നല്ലോ എത്ര നാളായി? ഇതൊന്നും ഞങ്ങൾക്ക് തൃപ്തികരമല്ല. ക്യാമറ അവർക്ക് കാണിച്ചു തരാമല്ലോ, തെരുവിൽ ഇറങ്ങി പോണ കണ്ടോ ചോദിക്കുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അഭിപ്രായം കിട്ടും. അപ്പൊ അങ്ങനെയൊന്നുമില്ല, അതവർ ആദ്യമേ തന്നെ എന്തുകൊണ്ട് അടിച്ചു മാറ്റി. അത് തന്നെയല്ല, കാരണവർ പറയുന്നുണ്ടല്ലോ ഇവിടെ ആത്മഹത്യ ചെയ്യുമെന്ന് ആരാണ്ട് വിളിച്ച് പറഞ്ഞെന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ ആത്മഹത്യ ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇവരെന്നെ അതിനെ പിന്നെ മാറിക്കൊടുത്തു. അപ്പൊ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് മാറിയത്. കൊന്നിട്ടിട്ട് അതിന് മുമ്പ് ഓൾറെഡി സംഭവിച്ചു. സ്വന്തം മകളാണെങ്കിൽ അങ്ങനെ അവൾ ആത്മഹത്യ ചെയ്യുവാണെങ്കിൽ ഇവരെന്തിനു മാറിക്കൊടുത്തു? അവർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള സൗകര്യം ഇവരെന്നാത്തിന് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അവർക്ക് കാവൽ നിൽക്കാൻ മേലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ മേലായിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞു വിടാൻ മേലായിരുന്നു. അങ്ങനെ ചെയ്യുന്ന ഉറപ്പുണ്ടായിരുന്നപ്പോ അവർക്കുണ്ടല്ലോ പെൺമക്കളെ. ഞങ്ങളുടെ അനിയത്തിയോള് ഞങ്ങൾ ചെല്ലൂല്ലോ തീർച്ചയായിട്ടും. അതുപോലും അവർ ചെയ്തില്ലല്ലോ, ആത്മഹത്യ ചെയ്തു. അവർ ജിസ്മോന്റെ ആരാണ്? അനിയന്റെ മോളാണ്. ഓഹോ, ഞങ്ങൾ സ്വന്തക്കാരാണ്, ഞങ്ങളുടെ മക്കളാണ് ഞങ്ങള്. ഇത് കഴിഞ്ഞ് ഒരമ്മ ഒരു കുഞ്ഞിനെ കായലിറങ്ങിയില്ലേ, അത് പൂക്കൊന്ന് TC കാരണമായാലും കണ്ടു, അവിടെ അതിനകത്ത് തെളിവും കണ്ടു. ഇത് മാത്രം ഇന്ന് വരെ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാ? അതായത് തെരുവാങ്കുളത്തെ കാര്യം പറയും. അത് തന്നെ അമ്മയെ കൊല്ലിയിറങ്ങത്. അത് 24 മണിക്കൂർ കൊണ്ടെല്ലാം പിടിക്കാൻ ഇത് വരാൻ തെളിഞ്ഞിട്ടില്ല. ക്യാമറയും പോയിട്ട് ചെരുപ്പൊക്കെ ഊരി വെച്ച് അവരങ്ങനെയൊക്കെ ചെയ്യുമോ? ചെരുപ്പെല്ലാം ഊരി വെച്ചിട്ട് അവള് തോട്ടിലിറങ്ങി പിള്ളേരെ എറിഞ്ഞെന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ മരിക്കാൻ പോണ ഒരാള് ചെരുപ്പൊക്കെ ഊരി പിന്നെ കയറി വരുന്നില്ല. ചെരുപ്പൂരി അങ്ങനെ കാട്ടിക്കൂടെ പോകുന്നു. അതാ ഞാൻ ചോദിക്കണത്, ഈ കള്ളും മുള്ളും നിറഞ്ഞ വഴിയിൽ ചെരുപ്പ് ഇടുന്നു ഇടാതെ ഈ ആത്മഹത്യ ചെയ്യാൻ പോരുന്ന ഒരു ചെരുപ്പ് ഊരിക്കൊണ്ടൊക്കെ കണ്ടിച്ചെന്ന് പറഞ്ഞു. ഒരു തുള്ളി ബ്ലഡ് ആ വണ്ടിയിലുണ്ടായിരുന്നു ഇല്ലായിരുന്നല്ലോ. കൈ ഞരമ്പ് കണ്ടിക്കുമ്പോൾ ആ ബ്ലഡ് എന്തുവരെ ഒഴുകും. അത് എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ഇല്ലെന്നല്ല പറഞ്ഞത്. അവരെന്നെ തൊപ്പിന്ന് ചേരാണ്ട് ഒരു പെണ്ണിനെ കാണിച്ചു. ഞാൻ ജിസ്മോളുടെ പപ്പായുടെ പെങ്ങളുടെ മകള്. കാരണം ജിസ്മോള് ഫോൺ എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്നയാളാണ്. ഞങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ്, ഒരു എവിടെയെങ്കിലും പോകുന്ന ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അവൾ അതിൻ്റെ ആൻസർ ചെയ്യാറുണ്ട്. ചേച്ചി എവിടെയാ, എങ്ങോട്ടാ, കറക്കമാണോ എന്ന് ചോദിച്ചു. 2 ദിവസമായിട്ട് ഫോൺ ജിസ്മോൾ ആൻസർ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ദുരൂഹതകൾ. അതുപോലെ അവളുടെ ചേച്ചി പറയുന്നുണ്ട്, ഇവൻ വീട്ടിലുള്ളപ്പം ഇവക്ക് ഫ്രീ ആയിട്ടൊന്നും വിളിക്കാൻ പോലും പറ്റത്തില്ല ജിസ്മോക്ക് സഹോദരങ്ങളെയൊന്നും. അവരെല്ലാത്തിലും
നേരത്തെ തൊട്ട് പുറമേ നോക്കുമ്പോൾ ഒരുപക്ഷെ ഓർക്കുമായിരിക്കും, ആൾക്കാർ ഓർക്കും നല്ല സ്വഭാവമുള്ളവർ അല്ലെങ്കിൽ നല്ല ആൾക്കാരെന്ന്. അവരുടെ വീടിനകത്തുള്ള ആൾക്കാർക്ക് അതറിയാൻ പറ്റുള്ളൂ. അവളോട് അടുത്ത് ഇടപഴകുന്നവർ എന്നാൽ പോലും ഞങ്ങളോടൊന്നും അവളൊരു കുറ്റവും പറയാറില്ല അവളുടെ കുടുംബത്തിൽ. കാരണം അവൾക്കത് ഇഷ്ടമായിട്ട് തോന്നിയില്ല. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ അവരുടെ കുടുംബം അവളുടെ സ്വന്തം കുടുംബം പോലെ ഞങ്ങളോട് ഒരു കുടുംബക്കാരോടൊന്നും അവരുടെ ഒരു കുറ്റവും ഞങ്ങൾ പറയാറില്ല. എന്തൊക്കെ അവള് പ്രശ്നങ്ങളുണ്ടായാലും എന്തെങ്കിലും വിഷമങ്ങൾ നേരത്തെ പറയാറുണ്ടായിരുന്നു. അവള് ഡയറക്റ്റ് ഞങ്ങളോട് പറഞ്ഞല്ല, അവളുടെ ഫാദർ പറഞ്ഞ അവിടെ പ്രശ്നങ്ങൾ. പക്ഷെ നമുക്കറിയാമല്ലോ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. അപ്പം ആ ഒരു രീതിയിലാണ് ഞങ്ങൾ കണ്ടിരുന്നത്. പിന്നെ ഇപ്പം അമ്മായിമ്മയ്ക്ക് പിന്നെ മേലാതെയായി എന്ന് പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും മേലാതെയാകുന്ന ഒരാളെന്ന് പറയുമ്പം കൂടുതൽ അവളാ എല്ലാം ചെയ്യേണ്ടത്. ബോധമുള്ളവർക്കറിയാം വെട്ടി വരുന്ന പെണ്ണുങ്ങളാണ് അമ്മേനെ നോക്കേണ്ടത്. അപ്പം ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ സാധാരണ കുടുംബ പ്രശ്നമായിട്ട് ഞങ്ങൾ അതിനെ കണ്ടു. പക്ഷെ ഈ ഒരു രീതിയിലായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. വീട്ടിലെ ഫംഗ്ഷനുകളൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു? ഇല്ല, വീട്ടിലെ ഫംഗ്ഷനുകൾ റെഗുലറായിട്ട് വരാറില്ല. അവള് ആങ്ങളയുടെ കല്യാണം അങ്ങനെ സ്പെഷ്യലായിട്ട്, കാരണം ഈ തറവാട്ടിൽ അവിടെ പല വിധത്തിൽ കൂടാറുണ്ട്. പിന്നെ ഈവൻ മരണം അവള് മരിച്ചതിൻ്റെ 2 ആഴ്ച മുമ്പാണ് ഒരു വല്യപ്പൻ്റെ അനിയും മരിച്ചായിരുന്നു. കുടുംബത്തിലെ കാരണവരായിരുന്നു. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ആൻറ്റിമാരെ അവളെ വിളിച്ചു ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു മഴയായിരുന്നില്ല. അപ്പോൾ ആൻറ്റി പറഞ്ഞിട്ട് നിനക്കൊരു ബസ്സിന്. അപ്പോൾ അവൾ പറഞ്ഞു അത് നേരായിരുന്നു. അപ്പം പിന്നീട് നമുക്ക് ഓർക്കുന്ന അവള് പലവിധ കാരണങ്ങളുണ്ട്. അത് അവള് എന്താ പറയുക, അതിനെ അവള് നമ്മളോട് പ്രകടിപ്പിക്കാതെ, കാരണം അവൾ എല്ലാത്തിനും, ഞാനാണെങ്കിലും ഒത്തിരി കാര്യത്തിന് അവളോട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിയമപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് കാര്യത്തിനും അവൾ സഡനായിട്ട് ആൻസർ ചെയ്യും. പിന്നെ ആകെയുള്ള പ്രശ്നം അവൾ ബിസിയാണ്, അവൾക്ക് എപ്പോഴും ഇരിക്കുകയാണ്. അപ്പം ഞങ്ങളോർത്ത് പിള്ളേരുമായിട്ടുള്ള ഫോൺ വിളിക്കാൻ സമ്മതിക്കാഞ്ഞോട്ടാണോ ബിസിയാണെന്ന് പറയുന്നത് എന്ന് പിന്നീട് ഇപ്പം നമുക്ക് മനസ്സിലാകുന്നു. എന്നാലും അവള് എന്താ പറയുന്നത്, പാലായിലാണെങ്കിൽ അവള് ചേച്ചി ഫ്രീ ആയിട്ട് ഇരിക്കും, അന്നേരം വിളിച്ചത് അന്ന ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഫ്രീ ആയിട്ട് വിളിക്കും. എന്നിരുന്നാൽ പോലും ഏറ്റവും പറയാനുള്ളത് അവളുടെ ഭർത്തൃ വീട്ടിലെയോ അവരുടെ ഭർത്താവിൻ്റെ ഒരു കുറ്റവും ഞങ്ങളോട് പറഞ്ഞില്ല. ആകെ ഫാദർ പറയുമ്പോഴോ അങ്ങനെ അവളുടെ സ്വന്തം സഹോദരി അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അവളുടെ ചേച്ചി എന്നോട് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത് അവൾ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും അവൾ ഉടനെ കൂട്ടിച്ചേർക്കും. അത് കുഴപ്പമില്ല ചേച്ചി, അതെല്ലാം മാറും എന്നൊരു ഇതാ പറയാറുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ അതിനകത്ത് ഒത്തിരി പറയാകേണ്ട കാര്യമില്ല. അവൾ അതിനെല്ലാം മാനേജ് ചെയ്യാൻ അവൾക്ക് അറിയാമല്ലോ. ആ ഒരു ചിന്തയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. 2 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ നിങ്ങൾക്ക് ഈ പ്രശ്നം? അവർ അറസ്റ്റ് ചെയ്തത് അവർ ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാണ്. 2 പേരെ ചെയ്തെന്ന് പറഞ്ഞ് ഇവർ ആ ഒരു കാരണം കൊണ്ടാണ് അവർ ചെയ്യേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. അതൊക്കെ ആയിട്ടല്ലേ ഞങ്ങളിപ്പോൾ മുന്നോട്ട് ഇറങ്ങണത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വന്നതിന് ഇത് ഞങ്ങൾ അതിന് ഞങ്ങൾ എന്നാ ചെയ്യേണ്ടത്? അതൊക്കെ അവരുടെ ചുമ്മാ കാപട്ടി അവരുടെ കപടമാണ്. ഈ മരണപ്പെട്ട സ്ഥലം പോയി കണ്ടിരുന്നോ? മരണപ്പെട്ട സ്ഥലം ഞങ്ങളുടെ ഭർത്താവും എല്ലാവരും പോയി കണ്ടു. അപ്പോൾ അവിടുന്ന് താഴോട്ട് ഇറങ്ങണമെങ്കിൽ ചെരുപ്പില്ലാതെ ഇറങ്ങിപ്പോകാൻ പറ്റുമോ റോഡിൽ നിന്ന്? അവർ പോയി കണ്ടിട്ട് പറഞ്ഞത് ചെരുപ്പിട്ടോണ്ട് നടക്കാൻ പാടാ. ചെരുപ്പിട്ടോണ്ട് തന്നെ നടക്കാൻ പാടാ. കല്ലുകൾ അങ്ങനെ ഇറങ്ങിയേക്കുന്ന, അതുപോലെ തന്നെ കുനിഞ്ഞ് വേണം ഇറങ്ങിപ്പോകാൻ. അവൾ ഈ 2 കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് എങ്ങനെയാണ് കുഞ്ഞിറങ്ങിപ്പോകുന്നത്? ചേച്ചി ഉറപ്പിച്ച് പറയുന്നത് എങ്ങനെ കൊലപാതകമാണ്? ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഇത് കൊലപാതകം തന്നെയാണ്. അങ്ങനെ പറയാൻ കാരണം കുഞ്ഞിന്റെ തല പൊട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അവളൊരു കാരണവശാലും അവള് തന്നെ മരിക്കുകയല്ല. കാരണം അവള് മരിക്കാനുള്ള ഒരാളാണ്. AC വെക്കണം. അവള് പാലായിലെ ഓഫീസിൽ AC വെക്കാനിരിക്കുന്നു. അതുപോലെ തന്നെ ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞെങ്കിൽ അവൾക്ക് അവളെ ഇതായിട്ട് എടുത്തിരിക്കുന്നു. പിന്നെ ഇങ്ങനെ അവള് അങ്ങനെയൊക്കെ അവൾക്ക് മരിക്കണം എന്നുണ്ടെങ്കിൽ അവൾ ഇതൊക്കെ ചെയ്യുമായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.